മോനെ ദാ ഇതൂടെ. ഉഷേ. എന്നിട്ടെന്താ മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് നോക്കിക്കോണെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഞാൻ മൂക്കും കുത്തി വല്ല കുഴിയിലോട്ട് ചെന്ന് വീണമെന്നായിരിക്കും തള്ളയുടെ ആഗ്രഹം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ വല്ല DSP ആയിട്ടോ DYSP ആയിട്ടോ ചേർന്നോളാൻ പറ തള്ളയോട്. അവന്മാരുടെ ആഗ്രഹം ഞാൻ ചെന്ന് വല്ല കുഴിയിലും വീണമെന്നാ അല്ല. അയ്യോ അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയാതെ. അവര് പറയണത് മുഴുവൻ അച്ചട്ടാ. ആഹാ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നോളാം. പക്ഷെ എന്റെ പൊന്ന് സാർ ഒരു കാര്യം ചെയ്യൂ. ഈ കേസ് അന്വേഷിച്ച് തീരുന്നതുവരെ ഇതിന്റെ പേരും പറഞ്ഞ് കണ്ണിക്കണ്ട ജ്യോതിഷന്മാരുടെയും മന്ത്രവാദികളുടെ അടുത്തൊന്ന് പോകാതിരിക്കാവോ? അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ. ഹരിയേട്ടന് അതുകൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ശല്യമില്ല. എന്നാ പിന്നെ അത് കെയർ ചെയ്യണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിലൊക്കെ വിശ്വാസമാണ്. എന്റെ ജാതകത്തിൽ പറഞ്ഞിരുന്നതാ വരുന്ന ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന്. വരലേ വരലേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ വന്നതാരാ? ഉറങ്ങിയോ? ഇല്ല. ആ അമ്മ പറഞ്ഞത് ഓർത്തോണ്ട് കിടക്കുമായിരിക്കും അല്ലേ? ഈ രണ്ട് കേസുകളെയും കുവൈറ്റ് മണിയുടെയും ജഡ്ജിയുടെയും കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ ആ ചൈരികൃഷ്ണൻ. അതൊന്ന്. ഇനിയൊന്ന് പിന്നെന്താ? കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പ്രായം. രണ്ടുപേരും മധ്യവയസ്കരാണ്. അതവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? അതുകൊണ്ട് തന്നെ ഒരു കോമൺ എനിമിക്ക്. അത് സമ്മതിച്ചു. ഒരു കോമൺ എനിമിയുടെ സാധ്യത റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എന്നാലും മധ്യവയസ്സുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ വായിൽ ചകിരി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഇൻസൾട്ടിംഗ് സാധനം കയറ്റി വെക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ശത്രു. പിന്നെ മധ്യവയസ്സുള്ള ഒരാളെ കാണുമ്പോ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രായം കാണും? മിക്കവാറും അയാൾ ഒരു ചെറുപ്പക്കാരനായിരിക്കും. അയാൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ സ്വന്തം അച്ഛനോടുള്ള എന്തെങ്കിലും വൈരാഗ്യമായിരിക്കണം. സാറിന് സൈക്കോളജിയിൽ ഒരു MA ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് വിഴുങ്ങിക്കോളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയല്ല ഹരിയേട്ടാ. എനിക്ക് തോന്നുന്നത് ഈ രണ്ടു കൊലയും ഒരാൾ തന്നെയാണ് ചെയ്തതെങ്കിൽ. ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ആ ചെയ്തയാൾ നോർമൽ അല്ല. ബുദ്ധിഭ്രമം പോലെ എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ ഇത്ര കണ്ണിങ് ആയിട്ടും ക്രൂവലായിട്ടും ഇത് ചെയ്യാനൊക്കൂ. അതായത് ഒരു സൈക്കോപാത്തിന്. സ്വന്തം അച്ഛനോട് ഒടുങ്ങാത്ത വൈരാഗ്യം തോന്നി അത് വളർന്ന് ബുദ്ധിയുടെ സമനില തെറ്റിയ ഒരാളാണ് അയാളെന്ന് വെക്കുക. അച്ഛന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത മകൻ, എന്നാൽ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം അച്ഛന്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരെ കാണുമ്പോൾ അവരിലൂടെ തീർക്കുകയാണെന്ന് കരുതിയാലോ? ഇറ്റ്സ് എ ജെന്യുവൻ പോയിന്റ്. അങ്ങനെ ആകാം. പക്ഷേ ഇത് എവിടെ പിടിച്ച് തുടങ്ങണമെന്നാണ് പിടികിട്ടാത്തത്. എന്തെങ്കിലും ഒരു തുരുമ്പി പിടികിട്ടിരുന്നെങ്കിൽ അതേ പിടിച്ചാൽ കയറി പോയായിരുന്നു. ഈ പുലിവാൽ ഐറ്റം മുഴുവൻ നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറുകയും ചെയ്യും. അത് ഹരിയേട്ടന്റെ എഫിഷ്യൻസി ഉണ്ടല്ലേ? ആ എന്താ? നിന്റെ ആ അമ്മ പറഞ്ഞ പോലെ പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാലോ? എങ്ങനെ? പുറകോട്ട് ഭൂതകാലത്തിലേക്കൊന്ന് ഇറങ്ങി തപ്പിയാലോ? ആരുടെ? കൊല്ലപ്പെട്ടവരുടെയോ? അല്ല, ഈ കൊലപാതകത്തിന്റെ. ആരാ? ജോയല്ലേ? എന്താ ഉറങ്ങിയോ? പിന്നെ നമ്മുടെ ആ കേസിന്റെ പാറ്റേണിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു മർഡർ നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയണമല്ലോ. അതെ, ഇതേ പാറ്റേണിൽ ഡെഡ് ബോഡിയുടെ പരിസരത്ത് നിന്ന് ഒരു കഷ്ണം ചകരിയോ അല്ലെങ്കിൽ തൊണ്ടോ മറ്റോ കിട്ടിയ ഇൻസിഡന്റ്. എത്ര പുറകോട്ട് പോയാലും സാരമില്ല, പക്ഷെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. മറ്റന്നാളെങ്കിലും എനിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ട്രീറ്റ് ഇറ്റ് ആസ് വെരി വെരി അർജന്റ്. ഗുഡ് നൈറ്റ്. എന്തൊക്കെ പരിഹസിച്ചാലും ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞ വഴിക്കാണ് ഒരു സ്റ്റെപ്പ് എടുത്തത്. പിന്നല്ലേ